ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പം ഇന്നത്തെ നമ്മളെ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം, ഇന്ന് നമ്മൾ ഊട്ടിയിലാണ് ഉള്ളത്. സോ ഇപ്പം ഊട്ടിയിൽ നല്ല വെയിലാണ് ഗൈസ്, നല്ല സുഖമുണ്ട്. പക്ഷേ തണുപ്പുണ്ട് ചെറുതായിട്ട്. നമ്മൾ വന്ന സമയത്ത് ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. എന്ത് ചെയ്യൂ. അപ്പം ഞങ്ങൾ ഇന്നലെ റൂം എടുത്ത് ഇവിടെ നിന്ന് പിന്നെ ഇന്ന് രാവിലെ ഇതാ ചെക്കൗട്ട് ചെയ്ത് ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ച് ഈ ജയ്യുവിനെ അവിടെ ഇരുന്ന് വന്നാല് ചെയ്യുതാ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നിനി ഊട്ടി ചുറ്റാൻ പോവാണ് ഗൈസ്. അപ്പം ഞാൻ ഈ സാധനം ഇട്ടെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇതുണ്ടോ എൻ്റെ മുഖത്തൊക്കെ സൺ കിസ്ഡ് ആണ്. അപ്പം പക്ഷേ ചെറിയ തണുപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ചെവി കൂടെയൊക്കെയാണ് തണുപ്പ് കയറുക. അപ്പം ഇത് കയറേണ്ട വിചാരിച്ചു. എന്നെ കാണാൻ നല്ല ഭംഗിയുള്ള ഞാൻ എന്നെ തന്നെ പുകയത്തുന്നു ഗൈസ്. അപ്പം നല്ല രസം എന്താണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും ഊട്ടി കറങ്ങലാണ് വീഡിയോ. ഇനിയിപ്പോൾ ചായ കുടിക്കണം. നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ടില്ല, റൂമിൽ നിന്ന് നേരെ ഇറങ്ങിക്കാണ്. പിന്നെ എൻ്റെ ഈ മങ്കിത്തുപ്പി ഞങ്ങൾ കാശ്മീരിൽ നിന്ന് വാങ്ങിയതാണ് ഗൈസ്. സയ്യോനൊരു പുതിയ മങ്കിത്തുപ്പി വാങ്ങിയിട്ടുണ്ട്, പക്ഷെ അവനെ ഇടുന്നില്ല. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം, അതിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ജില്ലിക്ക് അതാ വന്ന് വിളിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ടെങ്കിൽ. ഇന്നത്തെ ഞങ്ങളുടെ ഡ്രസ്സിനൊരു ഡ്രസ് കോഡ് ഉണ്ട് ഗൈസ്. അപ്പം അതും കാണിച്ചു തരാം. അമ്മനമ്മ ഇത് ലോക്കിടാം. ഈ ബാഗ് എടുക്കാം. ഇത് ഞങ്ങളെ ലഗേജുകളാണ് ഗൈസ്. എവിടത്തേക്കാന്നുള്ള ഒരു പിടുത്തം ഇല്ലാത്തത് കൊണ്ട് ഫുള്ള് ലഗേജൊക്കെ കയറ്റിയിട്ടാണ് ഞങ്ങൾ വന്നിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നേരെ റെസ്റ്റോറൻറ്റ്, ഇവിടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു ശ്രമിക്കാം. സോ ഓക്കെ, ഞങ്ങൾ മെയിൻ ഊട്ടി സിറ്റിയിലാണ് കേട്ടോ നിൽക്കണേ. ഇതിപ്പം മസാല ദോശയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ജില്ലി കഴിച്ച് മോനെ കൊണ്ട് നമ്മൾ നിൽക്കുന്നുണ്ട്. ഞാൻ എന്താ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കഴിച്ചിട്ട് കാണാം കേട്ടോ. അങ്ങനെ കഴിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. ഇനി നമ്മൾ പോകുന്നത് ഫസ്റ്റ് എന്തായിരുന്നു, ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞ ഗാർഡനിലേക്കാണ് പോണത്. മാപ്പ് ഇട്ടിക്കണ്. നേരെ അവിടെ എത്തിയിട്ട് ഇനി ബാക്കി കാണിച്ചു തരാം. ഇന്നത്തെ ജെലിക്കാൻ്റെയും സെയ്യുൻ്റെയും ഡ്രസ്സ് എൻ്റെത് കളർ വ്യത്യാസമുണ്ട്. സെയിം ആണ് കേട്ടോ. സെയിം. എടാ ഇവിടെയൊക്കെ എന്തോ ഉണ്ട് അതാ നോ പാർക്കിംഗ്, എന്തോ സ്കൂളോ ഗുഡ് സൈഡ്. ഇനി നേരെ അവിടെ എത്തിയിട്ട് കാണിച്ചിടാം. അയ്യോ ജെലിക്ക ഈ റൈറ്റ് സൈഡിലേക്ക് വന്ന് അല്ല ലെഫ്റ്റിലേക്ക് നോക്ക്. ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാരെ വീടേക്കല്ല, അപ്പാർട്ട്മെന്റ്. അവിടെ എത്തി. അവിടെ വണ്ടി പാർക്കിംഗ് ചെയ്തു. എത്രയാ? 80. എത്ര മണിക്കൂർ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, 80 രൂപയും കൊടുത്ത് നമ്മളിവിടെ പാർക്ക് ചെയ്തു. ഓക്കെ ഗൈസ്, നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ഒരു 100 മീറ്റർ ഇപ്പുറത്തില്ലേ ചേ? എത്ര കിലോ ഉണ്ടാവുള്ളൂ? അത്രേ ഉള്ളൂ. ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട് കേട്ടോ. ഇതാണ് ഊട്ടിപ്പൂവ്. ഊട്ടിപ്പൂവ് ഇല്ല, അതാണെന്ന് പറഞ്ഞതാ. ഊട്ടിപ്പൂ കണ്ട് ഊട്ടിയിൽ വന്നിട്ട്. ടൈമിങ് 7 മണി ടു 6:30 വരെ അല്ലേ? ആളെവിടെയാണ് എഴുതിപ്പിച്ചിട്ടുണ്ട്. ാണ് ഗൈസ് ഇപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻ. സംഭവം നല്ല വെയിലടിക്കുന്നുണ്ടെങ്കിലും ചൂടല്ല, ഈ കാറ്റ് വരുമ്പോ നല്ല തണുപ്പില്ലേ. ജലിക, ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ
ഇവിടെ അതൊക്കെ ഒരു പപ്പായ മുറിച്ചോലെ. ആ ഇനി അടുത്തത് നമ്മള് ജലീക്കാന്റെ 2 തമിഴ്. ജലിക നമ്മള് തമിഴിൽ ഇവിടെ ഊട്ടിയിലെത്തിയിട്ട് 2 തമിഴ് പറയും. നിങ്ങളെ തമിഴ് എപ്പടി ഇറക്കുന്ന് ഞാൻ നോക്കട്ടെ. വെയിലല്ല വെയിലുണ്ട്, പക്ഷെ ഇത് നല്ലതാണ്. നല്ലതല്ലേ. എല്ലാവരും മഴയായ നമ്മൾ എന്തോ ചെയ്യും? അയ്യോ ജയ്യു മാംഗോ പോണ്ട് എന്നാണ് പറയുന്നത്. മാംഗോ പോണ്ടോ? ഇത് മാംഗോ പോണ്ട് എന്നാണല്ലോ അവിടെ ഇത് വെച്ചൊക്കെ. മാങ്ങയാ? വെള്ളത്തിലാ? ഇതിലേക്ക് എന്ത് പൊട്ടനാ? ഏയ് ഞാൻ അങ്ങനെ ഇടുവോ? ഇങ്ങനെ ഏതെങ്കിലും ഭർത്താവുണ്ടോ നിങ്ങൾ പറയണം. ഇങ്ങനത്തെ ഭർത്താക്കന്മാരുള്ളൊരു കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം ഒരു ട്രിപ്പ് വന്നാണ്, എന്നിട്ട് 1-2 മുമ്പ് പോകണ്ട്, ഞാൻ ബേക്കില്ല. എങ്ങനെയുണ്ട്? ഇതെന്തോ ട്രീയാ നിങ്ങൾക്കറിയോ? ഇത് രുദ്രാക്ഷ ട്രീ. ഇതാണോ ആർക്കറിയാ? ഒമ്പോ ഇതൊക്കെ ഇതിന്റെ വേര് മുതലേ ഇങ്ങനെ. ഇത് അതവന്റെ സ്വഭാവമാണ്, വെറുതെ ദേഷ്യം പിടിക്കല്. ജലിക ഇവിടുത്തെ മരത്തിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താന്നറിയോ? ഇതിന്റെ മരത്തിലെ ഇലയല്ല പോടുന്ന്, ഇതിന്റെ അടിയത്തെ വേരില്ലേ, വേര് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെ പിന്നെ ഫുള്ള് ചില്ലകളാ. നോക്ക്, നമ്മളടുത്ത പോലെ ഉയരില്ല. ഇതിന് കുറച്ച് ഉയരുണ്ട്. അയ്യോ ചിലിക്കാക്ക് ഇരിക്കാനൊരു സ്ഥലമില്ല, എല്ലായിടത്തും ആൾക്കാർ ഇരുന്നോണ്ട്. നമ്മളിനി ഇരിക്കാൻ വന്നല്ല, നമ്മളതൊക്കെ കണ്ടിട്ട് അടുത്ത സ്പോട്ടിലോട്ട് പോണ്ടേ. റൂമ് കിടക്കാനാണ് നിങ്ങൾക്ക് പുരയിലെന്നാ പോരെ. ചില്ലിക്ക് എന്താണ് കഴിച്ച് ഇങ്ങനെ ഒരു പുരോഗമനില്ല ചില്ലിക്കാക്ക്. ചില്ലിക്കാക്ക് ഒന്നാമത് ചൂടെടുത്തിട്ട്, എനിക്ക് പൊതുവേ ചൂടില്ല. ഇതൊക്കെ ഞാൻ തൊപ്പിയൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പം നിങ്ങളെ അവസ്ഥ എന്താ? നിങ്ങൾ തൊപ്പിയും ഒന്നും ഇട്ടിക്കില്ല, എന്നിട്ട് വരെ നിങ്ങൾക്ക് ഭയങ്കര ചൂട്. പറയ്, നിങ്ങൾ ക്യാമറ ഓൺ ആക്കുമ്പോൾ ഉണ്ടാണ്ടിക്കുക. നമ്മൾ ഇവിടുന്ന് ഇല്ല, എനിക്ക് വെയിൽ കുഴപ്പമില്ല. എനിക്ക് ഈ തണലത്ത് കൂടെ ഇറക്കുമ്പോഴാണ് എനിക്ക് തണുക്കുന്നത്. ദയ്യൂനും ചൂടെടുക്കും. നിങ്ങൾ അതേ പ്രകൃതിയാണോ? അപ്പം നമ്മൾ ഇനി ഇവിടുന്ന് നേരെ പോവുകയാണ് ഗൈസ്. ഇനി എങ്ങോട്ടെങ്കിലും. എടാ ഇത് ആമ്പലന്നെ ഞാൻ തോന്നില്ലേ? ആമ്പലിന്റെ സീസൺ അല്ലാത്ത കൊണ്ടേക്കും ചിലപ്പോ ഇങ്ങനെ കിടക്കുന്നത് അല്ലേ? പക്ഷെ മാംഗോ അവിടെ ഉണ്ട്, മാംഗോ പോണ്ട് അങ്ങനെ എഴുതി വെച്ചിക്കാ. എന്താണാവോ? ജയ്യു ഭയങ്കര വർത്താനത്തിലാ. ജയ്യോ കണ്ണടം കൊണ്ടാ? ജയ്യു ഫുള്ള് പ്രശ്നമാണ്. ജയ്യുവിന് ഒറ്റക്കനെ നടക്കണം എന്നാണ്. ഓനെ നടത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആയാലും ചിലപ്പോൾ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ വരെ കണ്ടു കഴിയൂല. നടക്കണം എന്നുള്ള പ്രശ്നം ഉണ്ടാക്കട്ടെ, കാണിച്ചു തരാം. ഇന്നെല്ലാം നടക്കുവോ? ഓടിക്കോ. മക്കളെ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ കുറെ അഡ്വഞ്ചർ. ജലിക്ക മക്കളൊക്കെ ആയിട്ട് വരുമ്പോ ഇങ്ങനെ കുറെ അഡ്വഞ്ചർ കിട്ടും. പിടിക്കാൻ നോക്കണേ. ജലിക നോട്ട് പഴം, ഇവിടെ പഴമാണ്, ഴായല്ല ളായാണ്. ഫ്രൂട്ട്സ്. ഇതെന്ത് ഫ്രൂട്ടാ? ഇത് ഫ്രേഷൻ ഫ്രൂട്ടാ. ആ വേണ്ട വേണ
എൻ്റെ കയ്യിൽ ഫുള്ള് സാധനങ്ങളാണ്. സോ ഇപ്പം നമ്മളുള്ളത് ഷെട്രോ. ഓനിക്കൊരു ഷെട്രോ വാങ്ങാം, അതാ നല്ലത്. നമ്മളിപ്പോൾ ഊളൻ സെക്ഷനിലാണുള്ളത്, കാണിച്ചു തരാം. ഊളൻ ഇവിടെ ഒരു ഊളൻ പട്ടിയുണ്ട് അവിടെ. ഹായ് കുതിരകൾ. കൈസ് എൻ്റെ കുറച്ച് തമിഴ് കേട്ടുള്ളൂ. ഇപ്പം ഇയാളോട് തമിഴ് പറയാൻ പോകുന്നത്. അവിടെ കൈസ് കുതിര, വൈറ്റ് കുതിര. റൈഡ് എവ്വളോ? ഓ half ride pona 200 half ride by 200 half hour half round എവ്വളോ റൗണ്ട്? ഇടയ്ക്ക് മോളിൽ ഒരു അമ്പലം ആ ഇല്ല ജയ, അതിന് തോടണം അറിയില്ല. ആ വേണ്ട എന്നാല് ഇതിന്റെയൊക്കെ വീഡിയോ കാണലുണ്ട്. പക്ഷെ അതിനെ കണ്ടിട്ടൊരു പാവുണ്ടല്ലോ. അത് ഇത് തിന്നാൻ വന്ന് ജയ, ഇത് തിന്നാൻ വന്ന് കൊടുത്തില്ല ഞാൻ. അങ്ങനെയല്ല, എന്താ തിന്നതിന് ഇവിടെ സാപ്പിട വാങ്ങണം. ജെല്ലി കണ്ടുപിടിച്ച് ഇംഗ്ലീഷ് അല്ല തമിഴ് കേക്കട്ടെ ജെ. ഇവിടെ വന്നിട്ട് തമിഴ് നിങ്ങൾ കുറച്ച് പറയും. സ്വെറ്റർ വാങ്ങണ്ടേ ജെ? നമ്മളല്ലേ അല്ലെങ്കിലും എടുക്കുന്നേ. നിങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ കണക്കാക്കിയിട്ടേ ഇല്ല. കയ്യിൽ മൊത്തം സാധനങ്ങളാ. ഇത് കുറച്ച് തന്നെ, കുറച്ച് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല. ഞാൻ വിചാരിച്ചു നല്ല നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുന്നു, പക്ഷെ അല്ല, ഒരു ചായ പദമുണ്ട്. പിന്നെ ആ ഒരു ചൂടോടെ നമുക്ക് തരിക, ആ സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിനൊരു സോസ് ഉണ്ട്, ഒരു വൈറ്റ് സോസ്, അതിട്ടൊരു തന്നുക്കില്ല. ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ നന്നാവുമല്ലോ, കാരണം ഭയങ്കര സൗണ്ട് ഉണ്ട്. ഓക്കെ, നേരെ കാറിലെത്തിയിട്ട് അടുത്ത റൂട്ട് എവിടെയാണ് നോക്കിയിട്ട് വേണം പോകാൻ. കാരണം നമ്മൾ വലിയ പ്ലാനൊന്നും ഇല്ലാണ്ട് വന്നേ കൊണ്ട് ഇവിടുന്നാണ് സ്പോട്ടിലാണ് നമ്മൾ പ്ലാൻ ഉണ്ടാക്കുന്നത്. സോ കാറിലെത്തിയിട്ടാണ്. ഓക്കെ, നല്ല ലുക്ക് ഉണ്ട് അല്ലേ? ഞാനും അതാ വീഡിയോ എടുത്ത്. ഇതെന്താ സംഭവം? റൂമാ? കണ്ടോ, ഒരു പ്ലാനിങ്ങും ഇല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ ചോദിച്ച ചോദ്യം. ഇപ്പൊ ഞാൻ അവിടെ നിന്ന് പറഞ്ഞിട്ട് വരും ഒരു പ്ലാനിങ്ങും ഇല്ലാത്തതുകൊണ്ട് ഇനി പ്ലാൻ ഉണ്ടാക്കണമെന്ന്. നമ്മളിപ്പം ടീ ഫാക്ടറിയിലാണ് വന്നേ. ജെലിക്ക ലൊക്കേഷൻ അടിച്ചത് എങ്ങോട്ടായിരുന്നു? ഹൗസ് ബോട്ടോ അങ്ങനെന്തോ ആണ് ലൊക്കേഷൻ അടിച്ചത്. പക്ഷെ നമ്മൾ എത്തിപ്പെട്ടത് ടീ ഫാക്ടറിയിലാണ് കേട്ടോ. ടീ ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറിയാണ്. നമുക്ക് ഇവിടെ കാണും ഒക്കെ ചെയ്യാം. എനിക്കും ചൂടെടുക്കാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ തൊപ്പിയെല്ലാം ഊരി വെച്ച് ചെയ്താൽ നല്ല ഉറക്കാണ്. നമ്മളെ ടീ ഫാക്ടറിയിലാണ് പോകുന്നത്. ടീ പ്ലസ് ചോക്ലേറ്റ് ഫാക്ടറി. ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന എങ്ങനെയാന്നും ടീ ഉണ്ടാക്കുന്ന എങ്ങനെയാന്നൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അയ്യോൻ്റെ മുഖമൊക്കെ ചുവന്നക്ക് രണ്ട് സൈഡും. അവർക്ക് ഈ ചൂട് തീരെ പറ്റൂല, തണുപ്പ് എത്രയും പറ്റും. നല്ല തിരക്കാണല്ലോ, നല്ല തിരക്കാണ് കേട്ടോ. നമ്മളത് അവിടെ നിന്ന് നടന്ന് ഇങ്ങനെ ഇതിലോട്ട് കയറി, ഇനി ഇതിന്ന് നടന്ന് ഇങ്ങനെ ഇപ്പുറത്തോട്ട് കയറണം. എന്തോ മണക്കുന്നില്ലേ, ഒരു പച്ചമണം. നമ്മൾ ഈ ഉള്ളിലെത്തി. എത്ര രൂപയോ? 40 റുപ്യ ഒരാൾക്ക്. 20 റുപ്യാണ് എൻട്രി ടിക്കറ്റ്. UPI മാത്രമേ വർക്കുള്ളൂ, ക്യാഷ് ഇല്ല കേട്ടോ. UPI അതും ജിയോ സിം മാത്രമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഐഡിയക്ക് തീരെ റേഞ്ചില്ല, ജെലിക്കാക്കൊന്നും തീരെ റേഞ്ചില്ല. സോ ഇതിൻ്റെ ഉള്ളിലെത്തി ഇത് കാണിച്ചാൽ കേട്ടോ.
ഇതൊക്കെ ഓരോന്ന് വരച്ച് എഴുതി വെച്ചൊക്കെ നഖം കൊണ്ട് അങ്ങനത്തെ പണി ആരെടുക്കുന്നു അല്ലേ? ഇതൊക്കെ ഫുള്ള് നഖം വെച്ച് വരണ്ടി വെച്ചു സ്പെല്ലിംഗ് ഒക്കെ എഴുതി വെച്ചു. ചായപ്പൊടിയായിട്ട് വരുന്നു. ഇവിടെ നോക്കി, ഇതാ അവിടുന്ന് വരുന്ന നോക്ക്. അയ്യോ, ഇതൊക്കെ പഠിച്ചു വെച്ചോ കേട്ടോ. ഇനിയൊന്നും തട്ടില്ല കേട്ടില്ല പറയരുത്. ഇതാണ് നമ്മളെ കയ്യിൽ കിട്ടുമ്പോഴുള്ള ചായപ്പൊടി. ധരിച്ചിട്ട് ഓരോ ചാക്കിലാക്കും. ഇപ്പുറത്ത് പാക്കറ്റാക്കി കുറെ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് നല്ല ഫ്രഷ് ടീ. സത്യസന്ധമായിട്ട് പറയാം അല്ലേ, നല്ല ചായ അല്ലേ, നല്ലല്ലേ? ദൈവം ലാസ്റ്റ് ചൂടാക്കി കൊടുക്കാം. ടീ മേടിച്ചു. സോ നമ്മൾ ഇനി പോകുന്നത് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ്. ജെലിക്ക് മോന് എവിടെയോ പോയി. ഞാൻ ടീ വാങ്ങാൻ വന്നപ്പോഴത്തേക്കും ഓരെയോ പോയി കേട്ടോ. ഓരോ പോയി നോക്കണം. ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്ന കേട്ടോ. ഇവിടെ വേറെ സംഭവം ഉണ്ട് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ടീ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ചിലിക്കാൻ ഇതുവരെ കാണാൻ പറ്റിക്കില്ല. ചിലിക്കാൻ എവിടെ പോയി? നേരെ കാറിൻ്റെ അരിയത്ത് പോയി നോക്കാം. മേ ബി അവിടെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. കാർ എവിടെ? ഓ മൈ ഗോഡ്, കാറിൻ്റെ അരിയത്തും കാണുന്നില്ലല്ലോ. ഓക്കെ, കാറിൻ്റെ അരിയത്ത് എത്തിയിട്ട് എന്തായാലും ചിലിക്കാനെ വിളിച്ചു നോക്കാം. ശരിക്കും ഞാൻ പെട്ട്. കാരണം ഇവിടെ റേഞ്ചും ഇല്ല, ചിലിക്കാനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഞാൻ വളരെ കോൺഫിഡൻസ് ആയി വർത്താനം പറയുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഫുള്ള് ടെൻഷനാണ്. ചിലപ്പം ഇങ്ങോട്ട് വരുവേക്കും, കാറിൻ്റെ അരിയത്തേക്ക് വരുവേക്കും. എന്നെ ഈ ടീ മേടിക്കാൻ വിട്ടതാണ് ഈ എല്ലാം സംഭവിച്ചത്. ഇപ്പോൾ വരുമായിരിക്കും അല്ലേ? യെസ്, വരും. നമുക്ക് എന്തായാലും ഇവിടെ തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. മുളക് പൊട്ടത്. ഏതായാലും ചെലിക്ക വരുന്ന കാര്യം നമുക്ക് ഇത് തിന്ന് എൻജോയ് ചെയ്യാം. കാരണം ചെലിക്കാനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്തായാലും ലാസ്റ്റ് എന്നെ തെരഞ്ഞ് ഇവിടെ തന്നെ എത്തും, കാറിൻ്റെ ഏരിയയിൽ തന്നെ എത്തും. അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെറുതെ കണ്ടാലോ ഇത് തിന്നാം. ഓക്കെ ഗൈസ്, ഒരു വരുന്ന ഞാൻ പറഞ്ഞില്ല, എന്നെ കാണാണ്ടായിക്കണ്ടേ. കാറിൻ്റെ അടുത്ത് ഒരു എത്തും. വരുന്നു. ഇത് ഏകദേശം തിന്ന് കഴിയാനായി. ഓ മൈ ഗോഡ്, ജെയിന് കൊടുക്കണ്ട. ഫ്രീ ആയിട്ടുള്ള ചോക്ലേറ്റ് കിട്ടിയോ? നിങ്ങൾ തിന്നിട്ട് വന്നാല്
അങ്ങനെ നമ്മൾ ഊട്ടി ലൈക്കിലെത്തി കേട്ടോ. ഊട്ടി ലൈക്ക് അപ്പുറത്താണ്. ജിലിക്ക ടിക്കറ്റ് എടുക്കാനും പിന്നെ ടോയ്ലറ്റ് പോകാനും വേണ്ടിയിട്ട് പോയിക്ക്. ഞാനും സെയ്യും ഇവിടെ ഇരിക്കുകയാണ്. ടിക്കറ്റ് എടുത്തിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ കയറാൻ. സെയ്യു നമ്മളെവിടെ എത്തിയേ? സെയ്യു പ്ലേ മൂഡ്. സെയ്യു ഇന്ന് വാ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ചില സമയത്ത് ടെററാണ്, ചില സമയത്ത് കൂളാണ്. വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. ഇന്നലെ തുടങ്ങിയതാട്ടോ ആ ചിരി. അതെന്തിനുള്ളതെന്ന് ആർക്കറിയാം? വെൽക്കം ടു ഊട്ടി. ഓ അവിടെ പണി ഒപ്പിക്കുന്ന. ഓക്കെ, അപ്പൊ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയിട്ട് കാണല്ലേ ഇപ്പൊ ഇവിടെ ഫുള്ള് ചളിയാക്കും. ജിലിക്ക വന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾ ഉള്ളിൽ കയറുകയാണ് കേട്ടോ. ശരിക്കും 2 രീതിയിൽ ബോട്ടുണ്ട്. ഒന്ന് ഈ ബോട്ട്, കുറേ ആൾക്കാരുമായിട്ട് മോട്ടോർ ബോട്ടും പിന്നെ നമുക്ക് ചേട്ടി വിടാവുന്നതുണ്ട്. ഇവിടെ ഈ ഇങ്ങനെ ചവിട്ടുന്ന പെഡൽ ബോട്ടിന് 2 സീറ്റ് വരുന്നതിന് 350. അപ്പം ജിലിക്കതാ ഇവിടെ നിന്ന് ഇടുന്നുണ്ട്. സോ ജയ്യൂരില്ല കേട്ടോ. ജയ്യു നിനക്കില്ല. ഇങ്ങനെ നമ്മൾ ബോട്ടിൽ കയറിയിരിക്കുകയാണ്. ജയ്യു ഈ പെടല് തിരിഞ്ഞ് നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഞാൻ ഓവർ വീഡിയോ എടുക്കുന്നില്ല, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈയാണ് ചിലപ്പോൾ ഫോൺ നിലത്ത് വിടാൻ സാധ്യതയുണ്ട്. വെള്ളത്തിലെങ്ങനെ ഫോൺ പോയാൽ എന്തോ ചെയ്യും? കിട്ടൂല അല്ലേ? ജിലിക്കയാണ് ഞങ്ങളുടെ കപ്പിത്താൻ. കപ്പിത്താൻ തന്നെയല്ലേ പറയാ. അതിന് അരമണിക്കൂറാ പറഞ്ഞത്. അരമണിക്കൂറിന് 350 റുപ്യ. ഈ കൊട്ട വെയിലും സൂര്യനെ ഇവിടെ ഉണ്ടേനല്ലോ. 2:51 അരമണിക്കൂറാണ്. 1 മണിക്കൂറായ എന്താ ചെയ്യും? ഒരു പിന്നെ പൈസ വാങ്ങിക്കില്ലേ? ടൈം എഴുതി വെക്കുന്നുണ്ടാവൂലേ? എഴുതി വെച്ചില്ല. എന്താ ടിക്കറ്റ് ശരിക്കും ഇവിടെ നല്ല എടുക്കുന്നത് തോന്നുന്നു. മേലെന്ന് ഹൗസ് ബോട്ടിൻ്റെ മേലേന്ന് അങ്ങനെ ഉണ്ടല്ലോ, അവിടെ എഴുതി വെച്ചിക്ക്. ഞാൻ കണ്ടിക്ക് ബോട്ട് തണലാണ്. മൊത്തം കൊട്ട വെയിലാണ്. ഞാൻ ചവിട്ടാ. നിങ്ങൾ നിർത്തണം, എന്നാലേ ഞാൻ ചവിട്ടുള്ളൂ. കാരണം നിങ്ങൾ ചവിട്ടുമ്പോൾ ഭയങ്കര സ്പീഡ്. ചവിട്ടല്ലടോ, ഞാൻ ചവിട്ടിക്കോളാം. ഓ ജയ്യൂന് വെച്ച് ചവിട്ടല് ടാസ്ക്കാണ്. ഓനങ്ങെടുത്തോ. ഇനി ഞാനാണ് ഗൈസ് കുറച്ച് ചേട്ടാ. നല്ല രസമല്ലോ. ഇതിങ്ങനെ റൈറ്റിലോട്ട് തിരിച്ചാ ലെഫ്റ്റിലോട്ട് വരുന്നോ എന്തോ പറഞ്ഞിട്ട്. എന്താ നമ്മളെ വണ്ടി നീങ്ങുന്നില്ലേ? നീങ്ങാത്ത പോലെ തോന്നുന്നു. ജയ്യുന്റെ ഷൂ പോയിട്ടതാ ഒരു എടുത്ത് വരുന്നുണ്ട് കേട്ടോ. ജയ്യു അപ്പൊ ഷൂവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കേട്ടോ. വല്ലാത്തൊരു ജയ്യു. ഉണ്ട്. ആ ചെക്കന്മാര് ബോട്ട് ഇളക്കിയില്ലേ? ആ അപ്പൊ നമ്മളെ നിരീക്ഷിക്കാൻ ആൾക്കാരുണ്ട്, മനസ്സിലായില്ലേ ചേ? കുറെ ചെക്കന്മാർ അവിടുന്ന് ബോട്ടിൽ കിടന്ന് ഇളകി കളിച്ചിട്ട് അവിടുന്ന് ചോദിക്കാൻ വന്നാളാ. Oh my God. വെള്ളത്തിൽ നടിണ്ടാക്കി. Oh my God. വെറുതെ പ്രശ്നം ഉണ്ടാക്കുക അല്ലേ?
മലയാളികളാ അല്ലേ? മലയാളികളെ അങ്ങനത്തെ പണിക്ക് നിൽക്കുള്ളൂ. അതിന്റെ അടുത്ത് കൂടെ പോകണ്ട കേട്ടോ. അതിന്റെ ആ തിരമാല നമ്മളെ ബോട്ടിന്റെ അതിൽ കൂടെ പോകുമ്പോ ബോട്ടപ്പാട് ഇളകുന്നുണ്ട്. ആ മോനെല്ലാം കൊണ്ട് അങ്ങനെ ഇളകണ്ട. നമ്മള് രണ്ടെണ്ണം മാത്രാണ്, ഒരു പ്രശ്നമില്ല. ഇളകിയ വേണ്ട, എന്തിനാ വെറുതെ അങ്ങനത്തെ പരിപാടി. ഡേഞ്ചർ പരിപാടിക്കൊന്നും സെയ്യുനെ വെച്ച് ഇല്ല. അഡ്വഞ്ചർ ഞാനും ജിലിക്കും ഓൺലി. അയ്യോടാ, രണ്ടാളെ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ചെയ്യുവിനെ ശ്രദ്ധിക്കും. ഞാൻ പോയിക്കോട്ടെ എന്നല്ലേ? ഓ, ഞാൻ പണ്ട് നീന്തൽ വിദഗ്ധയല്ലേനോ. കാല് കഴിക്കുന്നുണ്ട്. ചേട്ടി ഇത്ര നേരം ഞാനാ ചെട്ടിയത് കേട്ടോ ജെ. ആ ഇപ്പൊ നല്ലൊരു തണുത്ത കാറ്റ് വരുന്നുണ്ട് ഈ ഭാഗത്തേക്ക്. ജെല്ലിക്ക പണ്ട് ഒരു ഗായകന. നമ്മള് പണ്ട് പൂക്കോടിലേക്ക് പോയിട്ട് ഒരു പാട്ട് പാടിയത് ഓർമ്മണ്ടങ്ങള്? എന്നിട്ട് ഞാൻ വീഡിയോ എടുത്ത് ഞാൻ ഇൻസ്റ്റയിലായിട്ട് ഇട്ടിക്കേനു. പിന്നെ ഞാൻ എന്തോ ഇൻസ്റ്റയിലൊന്നും അവർക്ക് ഡിലീറ്റ് ആക്കിയാലേ പോയി. ഞങ്ങൾ പണ്ടേ നിക്കാതെ കഴിഞ്ഞിട്ട് ചെയ്യുന്നൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ പൂക്കോട് ലേക്കിലൊക്കെ പോയി ഇതേപോലെയൊക്കെ ഒരു യാത്ര ചെയ്ത. അതിൻ്റെ ഒന്നും ഫോട്ടോസേ ഇല്ല അല്ലേ ജെ? അതൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ നമ്മളെ സമയം തീർന്നു. പൈൻ ഫോറസ്റ്റും ഉണ്ട്, ഇനി എന്തേനു പയാഗര വാട്ടർഫാൾസും ഉണ്ട്. അത് രണ്ടും കൂടെ ഉണ്ട് ഇനി കവർ ചെയ്യാൻ. ജയ്യ് ഇവിടെ കുരുത്തക്കേട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൾട്ടിമേറ്റ് കുരുത്തക്കേട്. എന്താ ജെല്ലിക്കങ്ങളെ മോനെ പറ്റിട്ട് പറയാനുള്ളത്? 2 വാക്ക് സംസാരിക്കും. ഈ ഒരു കൊല്ലം ഞാനാണ് ഇവനെ നോക്കിയത്. ഒരു മാസമായിക്കുള്ള നിങ്ങൾ നോക്കാൻ തുടങ്ങി. എന്താണ് നിങ്ങളെ അഭിപ്രായം? പറയും ജെല്ലിക്ക, മൗനം പാലിക്കല്ലേ? ഇവനെ കൊണ്ടൊക്കെ എവിടെ വരും. എനിക്ക് ആദ്യം അറിയാം ഇവൻ ഇങ്ങനെ തന്നെയാണെന്ന്. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. പക്ഷെ ജെല്ലിക്കാക്ക് ഭയങ്കര ടെൻഷൻ ഇവനിങ്ങനെ കളിക്കുന്നത് കൊണ്ട്. സോ ഓൻ ഹാപ്പിയാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. എന്ത് ബിരിയാണി അല്ല, എന്തേലും ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് തലശ്ശേരി ഇല്ലേ? തലശ്ശേരി റെസ്റ്റോറൻറ്റ്. തലശ്ശേരി ബിരിയാണി ഒന്നും ആണെന്ന് അറിയില്ല. കഴിക്കട്ടെ. പറയാണ്ടിരിക്കാൻ വയ്യ. നല്ല ബിരിയാണി കേട്ടോ, സൂപ്പർ ബിരിയാണി. ആദ്യം ജെല്ലിക്ക് കഴിച്ച് ഞാൻ മോൻക്ക് വാരിക്കൊടുത്ത് പിന്നെ ഓനെ കൊണ്ട് പോയി. അതിൻ്റെ ശേഷം ആണ് ഞാൻ കഴിക്കുന്നത്. സോ കുട്ടികളായി അങ്ങനത്തെയൊക്കെയാണ് കഴിക്കാൻ പറ്റുള്ളൂ. സൂപ്പർ ബിരിയാണി. ഓക്കെ, കഴിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ ടോയ് ട്രെയിൻ കാണാൻ പോവാണ്. കേരള എന്തായാലും നടക്കൂല, കാരണം ടിക്കറ്റൊക്കെ എടുക്കണം. പിന്നെ നമുക്ക് എന്തായാലും കേരള പോസിബിൾ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് ജസ്റ്റ് കണ്ടിട്ട് പോവാം. ചിലേക്ക് മോനും അതാ മുമ്പിലെടുക്കും. ഇതിൻ്റെ ബേക്കത്തെ വ്യൂ നോക്കി എന്താ സൂപ്പർ. ഇവിടെ പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ് ഇതിൻ്റെ ഫ്രണ്ട്. നമുക്ക് ജസ്റ്റ് ഈ കൂടെ പോയിട്ട് അപ്പുറത്തേക്ക് കയറാം. ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല. എവിടെ നിന്ന് നോക്കിയാലും നല്ല സൂപ്പർ വ്യൂ ഉണ്ട്. ഇവിടെയൊക്കെ ഇനിയിപ്പം പണി നടന്ന് ഇവിടെയൊക്കെ സെറ്റ് ആവാനുണ്ട്. ഉദകമണ്ഡലം ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ചെലിക്കും മോനും അതാ പോകുന്നു. ഒരു പിന്നെ അങ്ങനെയാണ്. ഞാൻ ഇങ്ങനെ വെക്കിൽ പോകണം, വീഡിയോ ഒക്കെ എടുത്ത് വ്ളോഗൊക്കെ എടുത്തിട്ട്. ഇവിടെ ജസ്റ്റ് ഒരു ഷോ പീസ് ബോഗിയുണ്ട്. സോ ഐ ലവ് ഊട്ടി. நீங்கள் எங்க போறது? നിങ്ങൾ എങ്ക പോறது? ട്രെയിൻ ക്യാൻസലാ? ഈ സമയത്ത് ട്രെയിൻ നമുക്ക് ജസ്റ്റ് ഫോട്ടോയും വീഡിയോ എടുത്തിട്ട് പോവാം. ഇതൊക്കെ നേരത്തെ ബുക്ക് ചെയ്യണം. അതെ. അല്ല, അതാ അതിനെ കണ്ടിട്ടാ. കുതിരയാ അത്? കഴുതയോ? കുട്ടികളാ? അതിനെ കണ്ടിട്ടാണ്. അങ്ങനെ നമ്മൾ ട്രെയിൻ ഒന്നും കണ്ടില്ല. ട്രെയിൻ പാളം മാത്രം കണ്ട് തിരിച്ചു പോവാണ്. സോ ജയ്യ് ഫുള്ള് കച്ചറയാണ്. അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തിരിക്കുന്നതാണ് നമുക്കും ഓർക്കും നല്ലത്. ഇന്നിപ്പം
അവിടെ തന്നെയോ? അവിടെ തന്നെ എടുക്കാനാ? ആ എവിടെയെങ്കിലും എടുക്കാം. ഇന്ന് റൂം എടുത്തിട്ട് ഇവിടെ നിൽക്കാനുള്ള പ്ലാൻ. ഇന്ന് പുറേ പോകുന്നില്ല, ഇപ്പം ഉണ്ടായ തീരുമാനമാണ്. ഇനി അടുത്ത നാളെ രാവിലെ മസനഗുഡി പോവാന്നൊക്കെ പറയുന്നു. ഇതിൻ്റെ ഇടയിൽ പ്ലാൻ പിന്നെയും മാറുന്നു നോക്കിക്കോളി, അവിടെ ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ, ഇനി നേരെ റൂം എടുത്തിട്ട് കാണാം. നമ്മൾ വീണ്ടും റൂം എടുത്തിരിക്കുകയാണ്. നമ്മളിപ്പം നമ്മൾ ഫസ്റ്റ് വന്നൊരു ഗാർഡൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു റൂമാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഇത്ര 1000 എങ്ങാണ്ടാണ് ഈ റൂമിന്. പക്ഷെ നല്ല വൃത്തിയില്ല, ഇന്നലത്തേനെങ്ങാട്ടി നല്ല വൃത്തിയുള്ള ഒരു റൂം കേട്ടോ. ഇവിടുന്ന് വലിയ വ്യൂവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ബട്ട് നല്ലതാണ്. ഇപ്പോൾ വൈകുന്നേരമായൊരു വ്യൂ അത്. പിന്നെ ആ ജയ്യു കളിക്കുകയാണ്. സോ പിന്നെ അത്യാവശ്യം ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചാർജ് കുത്തിടാനുള്ള ഇതും, TV, വെള്ളം, ബാത്റൂം, അങ്ങനെയുള്ള എല്ലാ വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു റൂം എന്തായാലും. ഓക്കെ ഗായ്സ്, അപ്പം ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. സോ ഇനിയിപ്പം നാളെ എന്താവുമെന്ന് നാളെ പറയാൻ പറ്റുള്ളൂ. കാരണം ജെല്ലിക്കാൻ്റെ മൂഡ് പോലെ ഉണ്ടാവും നമ്മളെ ഓരോ പോക്കും വരവും ഒക്കെ. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് അവിടെ ഒരാൾ കാണിക്കുന്നത് എന്താ മോനെ, ഇവിടെ ഒരു പെയിൻറ്റിങ് ഒക്കെ കൊടുത്തു കേട്ടോ, എന്താ ചെയ്യൂ. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ ചെയ്യാണ്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാനായിരിക്കും. ബൈ.